അങ്ങനെ ഇതാ മുനവറിൽ തങ്ങൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. തങ്ങളെ അങ്ങനെ ഒടുവിൽ ലീഗ് പറഞ്ഞ ആ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ലീഗ് പറഞ്ഞ പേര് ഇതൊന്നല്ല. ഇത് ഒരു ജനാധിപത്യ പ്രക്രിയ, അത് നടക്കേണ്ടതായിരുന്നു. അത് കുറച്ച് വൈകിയെന്ന് മാത്രം. അത് തീരുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനം വരികയും അത് കേരളം അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ AICCയും അതുപോലെ ഹൈക്കമാൻഡൊക്കെ വിലയിരുത്തി ചർച്ച ചെയ്യുകയും കേരളത്തിൻ്റെ പൾസ് മനസ്സിലാക്കുകയും എല്ലാ നേതാക്കളുമായി ഒരു നീണ്ട ചർച്ച ചെയ്തതിന് ശേഷം ഇപ്പോൾ തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ അത് തീരുമാനിച്ചു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു. പൊതുവികാരം അതായിരുന്നു അല്ലേ? തീർച്ചയായും ആ രീതിയിലുള്ള ഒരുപാട് പൊതു അഭിപ്രായങ്ങൾ എല്ലാ രീതിയിലും ഇപ്പോൾ നേരത്തെ പോലത്തെ അല്ലല്ലോ. ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിലൂടെ അറിയിക്കുകയും കേരളത്തിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് കേരളത്തിൻ്റെ നേതാക്കന്മാരും അതുപോലെ റിസർച്ച് ടീമുകളൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. മറ്റൊന്ന്, ഈ സമയത്തും പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ലീഗിനുൾപ്പെടെ ചൂണ്ടിക്കൊണ്ടാണ് ആ വിമർശനങ്ങൾ. സുകുമാരൻ നായരാവട്ടെ BJP ആവട്ടെ, അങ്ങനെ തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനോടൊക്കെ എങ്ങനെ നോക്കിക്കാണും? ഇല്ല, അതിനൊന്നും ഇപ്പോൾ മറുപടി പറയാനില്ല. കാരണം ഇതൊരു കേരളത്തിൻ്റെ ഒരു UDFൻ്റെ ഒരു ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അത് UDF ആ അർത്ഥത്തിൽ അത് എടുക്കുകയും അതിന് അഭിപ്രായങ്ങൾ പലരും അത് പറയും. പക്ഷേ ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ അതിനുള്ള പ്രോസസ്സ് അത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ തീരുമാനമെടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗക്കാരുടെയോ അഭിപ്രായങ്ങൾ മാത്രം അത് കൊണ്ട് മാത്രമല്ല, പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട്. അതെ, പൊതുവികാരം ഉൾക്കൊണ്ട് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. വിമർശകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, അത്തരം വിമർശനങ്ങളൊന്നും അതിനൊന്നും വില പോകുന്നില്ല, അതൊന്നും വില കൽപ്പിക്കുന്നില്ല ഞങ്ങളെ. തന്നെയാണ് പ്രധാനമായി പറയേണ്ടത്.